നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചു വരുന്നത്. ഓരോ രാശിക്കാരുടെയും പ്രത്യേകം വീഡിയോകളാണ്. മേടം മുതൽ തുലാം വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് വൃശ്ചികക്കൂറുകാരുടെ 2024 ജൂലൈ മാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, 4ൽ ശനി, 5ൽ രാഹു, കേതു 11ൽ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മാനസിക ക്ലേശങ്ങൾക്കൊക്കെ അല്പം ഒരു അറുതി ഉണ്ടാകുന്ന സമയമാണ്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള ക്ലേശങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ജൂലൈ മാസം മുതൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. ഭൂമി വാങ്ങുന്നതിനും വീട് നന്നാക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. കുട്ടികളുടെ പഠനകാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അഭിരുചിക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലുമുള്ള കോഴ്സുകൾ ലഭിക്കുന്നതാണ്. കൂടാതെ പരീക്ഷയൊക്കെ നേരിടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. ബിസിനസ്സുകാരായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്കും ജൂലൈ മാസം സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. എല്ലാ വിധത്തിലുമുള്ള തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജൂലൈ മാസം. ഗൃഹത്തിൽ പുതിയ സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ വന്നേക്കാം. പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് മാനസികമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാകുന്ന മാസമാണ് ജൂലൈ മാസം. മധ്യവയസ്കരായിട്ടുള്ള വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചും കാലം അനുകൂലമാണ്. പൊതുവെ എല്ലാവർക്കും മാനസികമായി സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദോഷപരിഹാരത്തിനായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്കും ദേവിക്കും കുങ്കുമാർച്ചന നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. ഇത്രയും കാര്യങ്ങളാണ് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ ജൂലൈ മാസത്തിലെ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.